പഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആസൂത്രിതമായ ആക്രമണത്തിലൂടെ കൃത്യമായ മറുപടി നൽകി ഇന്ത്യ. പുലർച്ചെ 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റ് നീണ്ട കൃത്യതയാർന്ന ആക്രമണം. ഭീകരരുടെ 9 കേന്ദ്രങ്ങളാണ് തകർത്തത്. മെയ് 7 അർദ്ധരാത്രി 1:05 മുതൽ 1:30 വരെയുള്ള 25 മിനിറ്റ് സമയത്തിനുള്ളിലാണ് ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയത്. പാക് സൈനിക കേന്ദ്രങ്ങളെയും സാധാരണക്കാരായ പൗരന്മാരെയും ഒഴിവാക്കിയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. 9 തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി. ഇന്ത്യയുടെ അതിർത്തി കടക്കാതെയാണ് രാജ്യം പ്രത്യാക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ 4 പാക് അധിനിവേശ കശ്മീരിലെ 5 ഇടങ്ങളിലുമാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ ത്വയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തു. ഇന്ത്യൻ സൈന്യം ആദ്യം ലക്ഷ്യമിട്ടത് ഥാർ മരുഭൂമിക്ക് സമാന്തരമായി രാജസ്ഥാൻ അതിർത്തിയായിരുന്നു. പിന്നീട് മുരിഡ്കെ ലാഹോറിന് സമീപമുള്ള ലഷ്കർ ഇ ത്വയ്ബയുടെ പരിശീലന കേന്ദ്രവും. ഇന്ത്യ അടുത്തതായി ആക്രമിച്ചത് മുസാഫറാബാദ് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമാണ്. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ ത്വയ്ബയുടെയും കേന്ദ്രങ്ങളാണ് മുസാഫറാബാദിൽ ആക്രമിക്കപ്പെട്ടത്. കര, വ്യോമ, നാവികസേനകളുടെ സംയുക്ത ആക്രമണമാണ് ഇന്നുണ്ടായത്. ഏറ്റവും കൃത്യതയോടെ നടത്തിയ ആക്രമണമായിരുന്നു ഇന്ത്യയുടേത്. ഹൈ പ്രിസിഷൻ മിസൈലുകളായ സ്കാൽപ്, പ്രിസിഷൻ ബോംബായ ഹാമർ എന്നിവയാണ് ഇന്ത്യ ആക്രമണത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ. കാമിക്കാസെ ഡ്രോണുകളും ആക്രമണത്തിന് ഉപയോഗിച്ചു. റഫാൽ യുദ്ധവിമാനങ്ങൾ, സുഖോയ്, മിഗ് എന്നീ വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന ആക്രമണത്തിനായി ഉപയോഗിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.